നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്ന് അറിയാതെ ഉഴലുകയാണ് CPM-ഉം LDF-ഉം. CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമാണ് ഈ കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദികൾ. മുഖ്യമന്ത്രിയുടെ ഭരണശൈലിയാണ് പാർട്ടിയെ ഇത്തരത്തിൽ നശിപ്പിച്ചത് എന്ന ഒരു നിലപാടിലാണ് താഴെത്തട്ടിലുള്ള അണികൾ. അതായത് ബ്രാഞ്ച് തലം മുതൽ ലോക്കലിലൂടെ ഏരിയ, ജില്ലാ തലം വരെയുള്ള പാർട്ടിയുടെ സംവിധാനത്തിന് പരിപൂർണമായിട്ടും പിണറായി വിജയനോടും MV ഗോവിന്ദനോടും എതിർപ്പാണ് ഉള്ളത്. എന്താണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കാരണഭൂതനാണ് തോൽവിക്ക് കാരണം. വിമർശനം ഭയന്ന് പിണറായിയും ഗോവിന്ദനും. ഇതാണ് അവസ്ഥ. വിശാല സംസ്ഥാന സമിതിയിൽ നിന്ന് ഏരിയ സെക്രട്ടറിമാരെ വെട്ടി നിരത്തിയിരിക്കുകയാണ് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ അപ്രതീക്ഷിതവും ദാരുണവുമായ തോൽവിക്ക് പിന്നാലെ തെറ്റുതിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ CPM വിളിച്ചു ചേർക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്നാണ് പ്രാദേശിക നേതാക്കളെ പൂർണ്ണമായും മാറ്റി നിർത്താൻ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കാരണഭൂതനായ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭരണശൈലിയുമാണ് തോൽവിക്ക് പ്രധാന കാരണം എന്ന് തുറന്നടിച്ച ഏരിയ സെക്രട്ടറിമാരെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും യോഗത്തിൽ നിന്ന് വെട്ടിനിരത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഭയമാണ് കാരണം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരിട്ടുള്ള വിമർശനം നേരിടാൻ തയ്യാറല്ല. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ അടിയന്തര നീക്കം. അവർ ഓടി ഒളിക്കുകയാണ്. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ മുകളിലോട്ടുള്ള ഉന്നത നേതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ഏരിയ സെക്രട്ടറിമാരെ പോലെ അണികളുമായും സാധാരണക്കാരുമായും നേരിട്ട് ഇടപഴകുന്ന പ്രാദേശിക നേതാക്കൾ യോഗത്തിനെത്തിയാൽ നേതൃത്വത്തിൻ്റെ അനാസ്ഥയ്ക്കും ഭരണപരാജയത്തിനും എതിരെ കടുത്ത എതിർപ്പ് ഉയരുമെന്ന് സംസ്ഥാന നേതൃത്വം മുൻകൂട്ടി കാണുന്നു. തുറന്നടിച്ചുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് യോഗത്തിൻ്റെ പങ്കാളിത്തം ബോധപൂർവം പരിമിതപ്പെടുത്തുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ താഴെത്തട്ടിലെ ഭൂരിഭാഗം ഏരിയ കമ്മിറ്റികളിലും നേതൃത്വത്തിനെതിരെ കടുത്ത അപ്രീതിയും രോഷവും പുകയുകയാണ്. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും കടും പിടുത്തങ്ങളുമാണ് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയതെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു, കുറ്റപ്പെടുത്തുന്നു. ഈ വികാരം വിശാല സംസ്ഥാന സമിതിയിൽ നേരിട്ട് പ്രതിഫലിച്ചാൽ പിണറായിക്കും ഗോവിന്ദനും ഉത്തരം മുട്ടും എന്ന് തീർച്ച. വിമർശന സ്വരങ്ങളെ പൂർണ്ണമായും പുറത്തു നിർത്തുന്ന തരത്തിലുള്ള പ്രതിരോധ കവചം തീർക്കാനാണ് പാർട്ടി മുതിർന്ന നേതാക്കൾ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അടിത്തറയായി പ്രവർത്തിക്കുന്ന ഏരിയ സെക്രട്ടറിമാർ, പ്രമുഖ പ്രാദേശിക നേതാക്കൾ എന്നിവരെ ഒഴിവാക്കുന്നതിലൂടെ വിശാല സംസ്ഥാന സമിതിയിൽ തങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം മാത്രം ഉണ്ടാകും എന്ന് ഉറപ്പിക്കാനാണ് നേതൃത്വത്തിൻ്റെ ശ്രമം. പോഷക സംഘടനകളുടെ ജില്ലാ നേതാക്കളെ പേരിന് പങ്കെടുപ്പിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിയുടെ നട്ടെല്ലായ ഏരിയ സെക്രട്ടറിമാരെ മാറ്റി നിർത്തുന്നത് തെറ്റുതിരുത്തൽ പ്രക്രിയയെ വെറുമൊരു പ്രഹസനമാക്കി മാറ്റുമെന്ന വിമർശനം നിലവിൽ പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു. അതിന് വലിയ ശക്തിയുമുണ്ട്. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന നേതൃത്വം തയ്യാറാക്കുന്ന വാദമുഖങ്ങളും നിലപാടുകളും അതൊക്കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഏരിയ നേതാക്കളെയും വിളിച്ചുകൂട്ടി വിശാല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് പുതിയ നീക്കം. അതായത് താഴെത്തട്ടിൽ നിന്നുള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് പകരം മുകളിൽ നിന്ന് തീരുമാനങ്ങൾ അണികളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തന്ത്രം. സെപ്റ്റംബർ മധ്യത്തോടെ തിരുവനന്തപുരത്താണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യോഗം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ തോൽവിയെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലെ കടുത്ത വിമർശനങ്ങളും സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരുമെന്ന് തീർച്ചയാണ്. എന്നാൽ കേന്ദ്ര കമ്മിറ്റിയുടെ വിമർശനങ്ങളുടെ ആഘാതം പരമാവധി കുറയ്ക്കാനും സംസ്ഥാന നേതൃത്വത്തിൻ്റെ വീഴ്ചകൾ മറച്ചുവയ്ക്കാനും ഇപ്പോഴത്തെ ഈ നിയന്ത്രിത പങ്കാളിത്തം വഴി സാധിക്കുമെന്നാണ് പിണറായിയും ഗോവിന്ദനും കരുതുന്നത്.
പ്രാദേശിക നേതാക്കളുടെ അഭാവത്തിൽ യോഗത്തിൽ കാര്യമായ എതിർ ശബ്ദങ്ങൾ ഉയരില്ലെന്ന് നേതൃത്വം ഉറപ്പിക്കുകയാണ് ഇതിലൂടെ. എന്നാൽ പാർട്ടിയുടെ താഴെത്തട്ടിലെ എല്ലാ സംവിധാനങ്ങളും പിണറായി വിജയനും ഗോവിന്ദനും എതിരാണ് എന്നുള്ളതാണ് വസ്തുത. ഈ വിഷയത്തിൽ താഴെത്തട്ടിൽ നിന്ന്, അതായത് ബ്രാഞ്ച് തലം മുതൽ മുകളിലേക്ക് ജില്ലാ തലം വരെയുള്ള നേതാക്കൾ വരാൻ പോകുന്ന വിശാല സമ്മേളനം പിണറായിക്കും ഗോവിന്ദനും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള അവസരമായിട്ടാണ് കണ്ടിരുന്നത്. ഇത് ബുദ്ധിപൂർവം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്ത് വില കൊടുത്തും പിണറായി വിജയനെയും അതുപോലെ എം വി ഗോവിന്ദനെയും സംരക്ഷിക്കണം എന്ന ഒരു നീക്കമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര കമ്മിറ്റിയുടെയും PBയുടെയും ഒക്കെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ്. CPMനുള്ളിൽ കടുത്ത വിഭാഗീയത അതിരൂക്ഷമായി പുകയുകയാണ്. പിണറായി വിജയനെ ഏതു വിധേനയും പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് വലിയൊരു വിഭാഗം പാർട്ടി നേതാക്കളും അണികളും പ്രവർത്തകരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സെപ്റ്റംബറിലെ വിശാല സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത്. പാർട്ടി പ്ലീനം വിളിച്ച് തെറ്റുതിരുത്തൽ നടപ്പാക്കണം എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്ലീനം വിളിക്കാനുള്ള ധൈര്യം പിണറായിക്കോ എം വി ഗോവിന്ദനോ ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇരട്ടച്ചങ്കനെന്നും കാരണഭൂതനെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വാൾത്തലപ്പുകൾക്ക് ഇടയിലൂടെ നടന്നു കയറിയ നമ്മുടെ സഖാവ് പിണറായി വിജയന് പാർട്ടി അണികളിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അദ്ദേഹം വലിയ ഭയത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് പൊതുവെ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും വരാൻ പോകുന്ന വിശാല സമ്മേളനം വലിയ ഒരു വെടിപ്പുരയ്ക്ക് തീ കൊളുത്തുന്ന അനുഭവമായിരിക്കും. വലിയ ഭൂകമ്പമായിരിക്കും അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ ഏരിയ തലത്തിലുള്ള നേതാക്കളെ, ജില്ലാ തലത്തിലുള്ള മറ്റ് നേതാക്കളെ ഒക്കെ ഇങ്ങനെ ഒഴിവാക്കാൻ എന്ത് പ്രയത്നവും ഇവർ ചെയ്യും എന്ന് തീർച്ചയാണ്. ഇനി കേന്ദ്ര കമ്മിറ്റിയും PBയും ഒക്കെ ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമോ, ഇവരെ തിരുത്തുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ താഴെത്തട്ടിലെ ഈ വിഭാഗീയത, അതിരൂക്ഷമായ എതിർപ്പ്, ഇതിനെയൊക്കെ അതിജീവിക്കാൻ പിണറായി വിജയനും എം വി ഗോവിന്ദനും കഴിയുമെന്ന് തോന്നുന്നില്ല.